എന്ത് ചെയ്യുന്നു ഞാൻ പറയാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കുമ്മാട്ടിക്കടവിന്റെ അഭിമാന സ്തംഭമായ, കുമ്മാട്ടിക്കടവിന്റെ ആവേശമായ ശ്രീമാൻ വിശ്വനാഥൻ മാഷ് ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ മത്സരികളെ ഓരോന്നിനെ കിടുകിട വിറപ്പിച്ചുകൊണ്ട്, പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ പുരോഗമനത്തിലേക്ക് നയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ വിശ്വനാഥൻ മാഷ് തന്റെ വിജയത്തിലേറി ഇതാ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പൊന്നാമനപുത്രൻ, ഈ നാടിന്റെ കണ്ണുരുട്ടിയായ വിശ്വനാഥൻ മാഷ് തന്റെ വിജയകരമായ കാലവണ്ടിയിൽ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ രക്തത്തിൻ രക്തമായ അമ്മമാര്, കണ്ണിനു കണ്ണായ സഹോദരിമാര്, ജീവന്റെ ജീവനായ മറ്റു കൂടപ്പിറപ്പുകളെ, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുമ്മാട്ടിക്കടവിലെ കുഞ്ഞാടുകളെ, അലറി വിളിച്ച് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഞാനിന്മേൽ കളി നടത്തി ഈ നാട്ടുകാരെ വശീകരിക്കാമെന്നുള്ള വ്യാമോഹവും എനിക്കില്ല. പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും എന്ന് ഞാൻ പറയുന്നില്ല. ആ കാണുന്ന പുഞ്ചപ്പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കും എന്നും ഞാൻ പറയുന്നില്ല. കുമ്മാട്ടിക്കടവിലെ അഴിമതി, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനം മുതലായവ അപ്പാടെ തുറച്ചു നീക്കും. കുമ്മാട്ടിക്കടവിലെ തകർന്നു കിടക്കുന്ന ക്രമസമാധാന നില പുനഃസ്ഥാപിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും മാവേലി സ്റ്റോർ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യും. ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നൽകാത്ത പുതിയൊരു വാഗ്ദാനം ഞങ്ങൾ നൽകുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും പഞ്ചായത്ത് ചെലവിൽ സമൂഹ വിവാഹം ചെയ്ത് ഞങ്ങൾ അയക്കും. ആർപ്പുവിളിയും ബഹളവും അവന്റെ പേര് പറഞ്ഞ് സിന്ദാബാദ് വിളിക്കുന്ന കേട്ടപ്പോഴേ എന്റെ ദേഹം ആകെ കുളിര് വരും കേട്ടോ. അവൻ ചെമ്പകശ്ശേരിയിലെ അപ്പൂട്ടനാരുടെ മോനാടി. അപ്പൂട്ടനാരിവിടെ ചൊറിയും കുത്തിയിരിക്കുക. ആ, ഇപ്പൊ തടിമില്ലില് ഗുമസ്തപ്പണിയാണ്. ആന മെലിഞ്ഞാലും തൊഴുത്ത് കെട്ടാൻ പറ്റുമോ നാരായണി? അതാണ് തറവാട്ട് മഹിമ. അതിന്റെ ഒരു അംശം അവനും കിട്ടിയിട്ടുണ്ട്. ആ, പിന്നെ ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചാവാൻ വരിക, എന്തെങ്കിലും കഴിക്കെടുത്ത് വെക്കൂ. അമ്മേ, ഏട്ടനെ ഞാൻ കണ്ടു. ഓട്ടുപിടുത്തവും കാശുപിരിവും ഒരു 100 കൂട്ടം കാര്യമായിട്ട് നടക്കുക. തിരക്കായതുകൊണ്ട് ഇന്ന് ചിലപ്പോ വരില്ലാന്ന് പറഞ്ഞു. ഊണും ഉറക്കം ഇല്ലാണ്ട് ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടന്നാല്
വോട്ടെടുപ്പ് കഴിയുമ്പോ എന്റെ മോന്റെ കോലം കിട്ടുമല്ലോ ഈശ്വര. അയ്യോ അച്ഛനോ? അച്ഛൻ ഇരിക്കേ. എന്താ വിശേഷിച്ച്? അനാഥാലയത്തിനൊരു കെട്ടിടം കെട്ടുന്നുണ്ട്. ഇടവകയിന്ന് കുറച്ച് പിരിക്കാമെന്ന് വിചാരിച്ചു. എടാ ജോർജ്, ആ ചെക്ക് ബുക്കിംഗ് എടുത്തേ. ആ, ഈ കാര്യത്തിനൊക്കെ അച്ഛൻ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അയച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് കൊടുത്തയക്കുമായിരുന്നല്ലോ. അച്ഛൻ എത്രയാ വേണ്ടത്? അതൊക്കെ അച്ചായന്റെ ഇഷ്ടം പോലെ. 25,000 എഴുതിയിട്ടുണ്ട്. ഇത് മതിയോ? ഓ, വളരെ സന്തോഷം. ദൈവം ഈ ഭവനത്തെയും അങ്ങയെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തോന്നുന്നു. എന്തായാലും ഒരു കനത്ത തുക തരാനിരിക്കുന്നു. പിന്നെ ഉൾക്കണ്ടമ്പിളിക്ക് 20,000 കൊടുത്താ കേട്ടെ. 15,000 കിട്ടും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചോളാം. അങ്ങനെ ആവട്ടെ. ഓ, അസ്സലാമു അലൈക്കും. ഗോഡ് ബ്ലെസ് യു. നമസ്കാരം. ആ, എന്താണാവോ എല്ലാരും കൂടെ ഉമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ ഒരു പറ്റം യുവാക്കളുടെയും അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ. അപ്പൊ പാവങ്ങളെ പ്രതിനിധിയാണല്ലേ? അല്ലല്ല, പണക്കാരുടെയും പ്രതിനിധി എന്ന നിലയിൽ അഴിമതിക്കെതിരായുള്ള ഈ നാട്ടിലെ യുവത്വത്തിന്റെ ഏക പ്രതീകം ഇത്. അങ്ങനെയൊന്നുമില്ല. അച്ചായൻ ഒരു ഭാഗ്യവാനാണ്. എങ്ങനെ? അച്ചായൻ ഒരു അസുലഭാവസരം കൈവരാൻ പോവുകയാണ്. എന്താണ്? ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം അച്ചായനെ കൊണ്ട് ചെയ്യിക്കാൻ ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞു. പ്രമുഖരായ പലരും ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അച്ചായനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അത് ശരി. ഏതാ പാർട്ടി? അങ്ങനെയൊന്നുമില്ല. സ്വതന്ത്രൻ. ഞങ്ങളെ ആരും പിന്താങ്ങുന്നുമില്ല. ഒറ്റ തടിയാ, ചിഹ്നം കാളവണ്ടി. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ? അതെ. എടോ, ഭരണകക്ഷിയെന്നും പ്രതിപക്ഷത്തുനിന്നും ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് അച്ചായൻ വാരിക്കോരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ചായൻ ഞങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യണം. കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? അതെ അതെ. എടോ, എത്ര വാരിക്കോരി തന്നാലും തന്നെ പോലുള്ള സ്വതന്ത്രന്മാർ ജയിക്കുവോ? എടോ, ജയിക്കുവോടോ? അതുകൊണ്ട് നിങ്ങൾക്ക് കാരണം അച്ചായന്റെ കാശില്ല. പോയി നാട് ഉദ്ധരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. പൊക്കോ. അച്ചായോ, മാറ്റത്തിന്റെ ചങ്കൊലി ഇതാ ഇന്നിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒറ്റ പൈസ തരത്തില്ല. പ്രത്യാഘാതങ്ങൾ പട്ടി കഴിച്ചു വിടും. ഇനിയും നമുക്ക് കാണേണ്ടി വരും. ടൈഗർ, ദരിദ്രവാസന പോലെ എന്റെ ഒടുക്കത്തെ പോക്കാന്നാ തോന്നുന്നത്. പേരിയാടുന്ന തന്തയ്ക്ക് മതിരിയാടുന്ന മകൻ. ദരിദ്രവാസികൾ. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, അന്ന് നമുക്ക് ഇവരോടൊക്കെ പകരം ചോദിക്കണം. കറക്റ്റ്. അമീത് ഇവിടെ നിൽക്ക്, ഞാൻ അപ്പനെ കണ്ടിട്ട് വരാം. ശരി. അപ്പൻ എന്നെ വഴക്ക് പറയരുത്. കടുവാക്കുന്നിലെ കഞ്ചാവ് തോട്ടം ഫോറസ്റ്റുകാർ തീ വെച്ച് നശിപ്പിക്കുക. അതിന് നീ എന്തിനാണ് പടയ്ക്കുന്നത്? എടാ, സർക്കാർ ഭൂമിയിൽ കഞ്ചാവ് തോട്ടം കണ്ടാൽ ഫോറസ്റ്റുകാർ വെട്ടും കത്തിക്കും നശിപ്പിക്കും. അത് അവരുടെ ജോലിയാ. അല്ലപ്പാ, അത് നമ്മുടെ തോട്ടമല്ലേ? എടാ ജഫ്രിയച്ച, കടുവാക്കുന്നിൽ നമുക്ക് എത്ര ഏക്കർ ഉണ്ടായിരുന്നു? 75. തൊട്ടപ്പുറത്തെ കാട്ടിൽ നമുക്ക് 12,000 ഏക്കർ തോട്ടമില്ലേ? അതവർ കണ്ട ഭാവം കാണിച്ചോ? ഇല്ല. ആ, അതാണ്. എടാ, ഫോറസ്റ്റുകാർ സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരല്ലേ? ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് തോട്ടം നശിപ്പിച്ചെന്നൊരു വാർത്തയെങ്കിലും പത്രത്തിൽ വരുത്തിയില്ലെങ്കിൽ നാട്ടുകാരും സർക്കാരും വിചാരിക്കൂലേ അവരൊന്നും ചെയ്യുന്നില്ല എന്ന്. എടാ, അവർക്ക് പ്രമോഷൻ കിട്ടണ്ടേടാ. മോനൊരു കാര്യം ചെയ്യും, വിശപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് മനപ്രയാസം മാറ്റാൻ 2 എണ്ണം വീശ. ആദ്യ കൂളിംഗ് ഗ്ലാസ് ഒന്നെടുത്ത് മാറ്റാമോ? ഒരുമാതിരി അന്ധന്മാരെ പോലെ. മിനിക്കുട്ടി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഹാരം മിനിക്കുട്ടിയുടെ നേരെയാണ് എറിഞ്ഞത്. പിന്നെ ഇങ്ങനെ ആ പെണ്ണിന്റെ കഴുത്തിൽ പോയി വീണത്? അത് കാറ്റാ തൂക്കിലായിരുന്നു. അതൊക്കെ പോട്ടെ, മീറ്റ് ദ കാൻഡിഡേറ്റ്സിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയിരുന്നു? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ആ കാളവണ്ടിയിലുള്ള വരവുണ്ടല്ലോ, ഭയങ്കര തൊലിക്കെട്ട് തന്നെ. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഉണ്ടുണ്ട്. അപ്പൊ ആ ഉത്കണ്ഠമ്പിള്ളയൊക്കെ കാണിക്കുന്ന ചീഫ്നെസ് മിനിക്കുട്ടി ഒന്ന് കാണണം. രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറവും ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടം പോലെ കാശ് പിടിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി. മതി മതി, വിച്ചുവേട്ടൻ ഈ ഇലക്ഷന് ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും, പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും. അതിപ്പോഴേ പറഞ്ഞേക്കാം.
വിച്ചുവേട്ടാ, ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. എനിക്കൊരു ഐഡിയ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ? എങ്ങനെ? ബെസ്റ്റ് ഐഡിയ. ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം. ഉഗ്രൻ. ഓടാ. കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ? ഛേ, നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? സർക്കാരിന് സഹായം കിട്ടുന്ന ചില പരിപാടികളുണ്ടല്ലോ, സാമൂഹ്യ സേവനം, വഴിവെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? അതുകൊള്ള വഴിവെട്ടാ നല്ലത്. നമ്മൾ വെറുതെ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വഴിവെട്ടി സേവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു കാളില്ല വഴിവെട്ട്. ഈ വനമഹോത്സവമായാൽ എന്താ? ഈ തണൽ മരം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുവയ്ക്കാം. നല്ല ബെസ്റ്റ് ഐഡിയ. നമ്മൾ ചെടി നട്ട് പോരുന്നതിന് മുമ്പ് അത് മുഴുവൻ കന്നുകാലികൾ തിന്നും. അല്ലാതെ വെറുതെ മണ്ടത്തരം പറയാതെ. എന്നിട്ട് ആ കുഴിയിൽ ആരെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞ അവന്റെ വോട്ട് കൂടി പോകും. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയോ. എന്തേ? അതെന്തുവാ? നമ്മുടെ പ്രകടന പത്രികയിലെ 1ാമത്തെ ഐറ്റം, കൈക്കൂലിയുടെയും അഴിമതിയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവുകാരെ മോചിപ്പിക്കാൻ ആദർശധീരരായ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതാ മുന്നോട്ട്. നേരത്തെ പറയണ്ടേ? പേടിച്ചു പോയല്ലോ. പിന്നെ ഞാൻ കുളിച്ച വെച്ചോലല്ലേ പറഞ്ഞു.